എല്ലാ കൂട്ടുകാരെയും എഡ്യൂഫേസിൻ്റെ GK ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയൊരു വീഡിയോ സീരീസാണ്. GK ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചെറുപ്പത്തിലേ അറിഞ്ഞിരിക്കേണ്ട വിവിധ മത്സര പരീക്ഷകൾ, സ്കോളർഷിപ്പ് എക്സാമുകൾ, ക്വിസ് മത്സരങ്ങളിൽ ഇതിലൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 1 ആണ്. ഡേ 1 അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചു പോകാം. പിന്നെ ഇതിൻ്റെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓരോ വീക്കിലും എക്സാമൊക്കെ നമ്മൾ നടത്തും. സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം പോലുള്ള ദിവസങ്ങൾ വരുമ്പോൾ അതിന് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസൊക്കെ തന്ന് എക്സാമൊക്കെ നടത്തി ഏതൊരു ക്വിസ് മത്സരത്തിനും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ലൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ 8086453303 എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് GK പോയിൻറ്റ്സ് ആണ്. ഇത് കേരളവുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കേരളം നിലവിൽ വന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. കേരളം നിലവിൽ വന്നത് എപ്പോഴാണ്? 1956 നവംബർ 1 കേരളം നിലവിൽ വന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളപ്പിറവി നവംബർ 1 പക്ഷെ ആ വർഷം ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 1956 1956 കേരളം നിലവിൽ വന്നത്. ഇനി നമുക്ക് കേരളത്തിൻ്റെ വിസ്തീർണം, കേരളത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എത്രയാണെന്ന് നോക്കാം. 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്പർ നോക്കൂ നിങ്ങൾ. ആദ്യം ഒരു 3 ഉണ്ട്, അവസാനം ഒരു 3 ഉണ്ട്, രണ്ടാമത്തതും 3. അപ്പം നമ്മൾ 2, 3 കുറിച്ചല്ലേ പറഞ്ഞത്? ആദ്യം ഒരു 3, അവസാനം ഒരു 3. ഇനി ഈ 3 നമ്മൾ, ഇതാണല്ലോ നമ്മുടെ 3, ഈ 3 നമ്മൾ ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതി കഴിഞ്ഞാൽ എന്തായി? 8 അല്ലേ? അപ്പം ആദ്യത്തെ 3 ഇവിടെ ഒരു 8 കൊടുക്കുക, രണ്ടാമത്തെ 3 ഇവിടെയും ഒരു 8 കൊടുക്കുക. ഇനി 3ൻ്റെ പകുതി 6. അപ്പം നമ്മൾ എങ്ങനെ ഇടും? ആദ്യം ഒരു 3, അവസാനം ഒരു 3. പിന്നെ നമ്മൾ എന്തിടും? 3നെ ഇവിടുന്ന് എഴുതി, 3നെ ഇവിടുന്ന് എഴുതി ഒരു 8 ആക്കി. വീണ്ടും 3നെ നമ്മൾ ഇവിടുന്ന് എഴുതി, 3നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതി എന്ത് ചെയ്തു? 2 8കൾ ഇട്ടു. പിന്നെ 2 3കൾ അവസാനത്തെയും ആദ്യത്തെയും 3കൾ കൂട്ടിയിട്ട് കിട്ടിയ 6നെ അടുത്ത സ്ഥലത്ത് എഴുതി കൊടുത്തു. അങ്ങനെ 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം. കേരളത്തിൻ്റെ തലസ്ഥാനം, ക്യാപിറ്റൽ ഓഫ് കേരള, എല്ലാവർക്കും അറിയാലോ, തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തലസ്ഥാനം. കേരളത്തിലെ തീരദേശത്തിൻ്റെ നീളം, കോസ്റ്റൽ ഏരിയ, കോസ്റ്റൽ ലൈനിൻ്റെ നീളം 580 കിലോമീറ്റർ ആണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഇങ്ങനെ കേരളത്തിലെ ജില്ലകളിൽ 9 ജില്ലകളിലാണ് കടൽ തീരമുള്ളത്. കേരളത്തിൻ്റെ ആ തീരപ്രദേശത്തിൻ്റെ ദൈർഘ്യമാണ് പറയുന്നത് 580 കിലോമീറ്റർ. ഇനി കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളമാണെങ്കിലോ അത് 560 ആണ്. കേരളത്തിലെ കാസർഗോഡിൻ്റെ ഏറ്റവും വടക്കേ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ, കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ഏറ്റവും ദീർഘിച്ച ഈ ഒരു നീളം, അത് നമ്മൾ റോഡ് മാർഗം അല്ലെങ്കിൽ പിന്നെ ജലമാർഗമോ ഉള്ള ദൂരമല്ല പറയുന്നത്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ പോയിന്റ് മുതൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ പോയിന്റ് വരെയുള്ള ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ആകെ നദികൾ എത്രയാണ്? 44 നദികളാണ് കേരളത്തിൽ ആകെയുള്ളത്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? 41. 44 നദികളിൽ 41 എണ്ണം എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട് കേട്ടോ. പടിഞ്ഞാറോട്ടാണ് കേരളത്തിലെ 44 നദികളിൽ 41
ഒഴുകുന്നത്. അപ്പോൾ ബാക്കി 3 വന്നല്ലോ. ആകെ നദികൾ 44. അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41. ബാക്കി 3 വന്നില്ലേ? ഈ 3 എങ്ങോട്ടാണ് ഒഴുകുന്നത് അറിയോ? അത് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ്? 3 ആണ് കേട്ടോ. ആകെ കായലുകൾ. അപ്പം നമ്മൾ 44 എന്തിൻ്റെ എണ്ണാണ് പറഞ്ഞത്? നദികളുടെ എണ്ണാണ് പറഞ്ഞത് അല്ലേ? ആ 44ൽ നിന്ന് 10 കുറച്ചാൽ 34 എന്ന എണ്ണം മക്കളൊന്ന് പഠിച്ചു വെക്കുക. ഏതെണ്ണാണ്? 34. എന്താ 34ൻ്റെ പ്രത്യേകത? കേരളത്തിലെ കായലുകളുടെ എണ്ണമാണ് 34. നിയമസഭാ അംഗങ്ങൾ എത്രയാണ്? 141. അപ്പോൾ ഇതിൽ 140 പേരെ എന്ത് ചെയ്യും? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കും. അത് കൂടാതെ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടാവും. അങ്ങനെ മൊത്തം നിയമസഭാ അംഗങ്ങൾ 141, തിരഞ്ഞെടുക്കപ്പെട്ടവർ 140. അപ്പോൾ ഇന്നത്തെ GK നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 8086453303 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.